വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 43 മുതൽ 45 വരെ. ഇന്നത്തെ കുറിവാക്യം 45-ാം സങ്കീർത്തനം 2-ാം വാക്യം. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. കോരഹപുത്രന്മാരാൽ രചിക്കപ്പെട്ടിട്ടുള്ള സങ്കീർത്തനങ്ങളാണ് ഇന്നത്തെ വായനഭാഗവും. 45-ാം സങ്കീർത്തനം പ്രധാനപ്പെട്ടതായ ഒരു മശിഹ സങ്കീർത്തനമാണ്. മസ്കൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് ഈ സങ്കീർത്തനം. അതായത് നിർദ്ദേശങ്ങളോ ധ്യാനമോ ഉപദേശങ്ങളോ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു രാജാവിൻ്റെ വിവാഹഗീതമെന്നോ രാജാവും അവൻ്റെ സൗന്ദര്യവും തുടങ്ങിയ പേരുകളോ ഒക്കെയാണ് വേദപണ്ഡിതന്മാർ ഈ സങ്കീർത്തനത്തിന് നൽകിയിട്ടുള്ളത്. ഒരു യഹൂദ ഇസ്രായേലിലെ രാജാവിന് മറ്റൊരു രാജ്യത്ത് നിന്ന് വധുവിനെ സ്വീകരിക്കുമ്പോൾ പാടുന്ന പാട്ടായും ഈ സങ്കീർത്തനം കരുതപ്പെടുന്നു. എന്നാൽ പുതിയ നിയമ ദൈവശാസ്ത്രത്തിൽ ഈ സങ്കീർത്തനം ക്രിസ്തുവിനെ മണവാളനായും സഭയെ മണവാട്ടിയായും ഉപമിച്ച് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ഒന്ന് സഞ്ചരിക്കാം. ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രാജാവിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ്. ശുഭവചനങ്ങൾ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞിട്ട് അത് കവിതയായി ബഹിർഗമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രാജാവിൻ്റെ സൗന്ദര്യത്തെ ഇവിടെ വർണ്ണിക്കുന്നു. മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനായവൻ്റെ അധരങ്ങളിൽ ലാവണ്യം പകർന്നിരിക്കുന്നു എന്ന് പറയുന്നു. അവൻ വീരനാണ്, സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടവനാണ്. അവൻ്റെ യാത്ര മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുന്നു. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ഈ മണവാളൻ്റെ യാത്രയെക്കുറിച്ച് അഥവാ രാജാവിൻ്റെ യാത്രയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ രാജാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രങ്ങൾ ശത്രുക്കളുടെ നെഞ്ചത്ത് തറച്ച് പരിക്കേൽക്കും. ജാതികൾ അവിടെ മുറിവേറ്റ് വീഴും. അവൻ നീതിയുള്ള ചെങ്കോൽ കരത്തിൽ വഹിച്ചിരിക്കും. ദൈവം രാജാവിനെ അഥവാ മണവാളനെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഈ രാജാവിൻ്റെ വരവ് എന്നാണ് സാധ്യമാകുന്നത്? ഇവിടെ രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജ്ഞിയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ്. രാജാവിൻ്റെ വലത്ത് ഭാഗത്ത് രാജ്ഞിയുമുണ്ട്. മറ്റ് സ്ത്രീരത്നങ്ങളും രാജകുമാരിമാരും അവിടെ ഉപവിഷ്ടരായിരിക്കുന്നു. ഇവിടെ രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്ന കന്യകയായിരിക്കും. അങ്ങനെ സഭയാകുന്ന അഥവാ വിശ്വാസ സമൂഹമാകുന്ന കന്യക മണവാളൻ്റെ പ്രേമഭാജനമായി തീരും. സഭയാകുന്ന കന്യകയ്ക്ക് ഊനമില്ല. കാന്ത എന്ന പദവിയിലേക്ക് അവൾ പ്രവേശിക്കുന്നു. ഓഫീർ തങ്കം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാജ്ഞി ബഹുമാന പുരസ്സരം രാജാവിനെ നമസ്കരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ 2-ാം വരവിൽ ഞാനും നിങ്ങളും ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്ന മണവാട്ടിയുടെ സ്ഥാനത്താണ്. അശുദ്ധിയും അനീതിയും അക്രമങ്ങളും ഒക്കെ കൊടികുത്തി വാഴുന്ന ഈ ലോകത്തിൽ മാലിന്യമേൽക്കാതെ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഊനമില്ലാത്ത കന്യകമാരായി നാം തീരണമെങ്കിൽ വിശുദ്ധിയോടെ നാം ജീവിക്കേണ്ടതായിട്ടുണ്ട്. എന്നുവരെ ഈ വിശുദ്ധ ജീവിതം നാം നയിക്കണം? ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ 2-ാം വരവ് വരെ, അല്ല എങ്കിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ അടുക്കൽ എത്തുന്നത് വരെ. അങ്ങനെയെങ്കിൽ മണവാളനായ ക്രിസ്തുവിനെ കാത്തിരിക്കുവാൻ മണവാട്ടി സഭയാകുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവേ, അവിടുത്തെ വരവിനായി കാത്തിരിക്കുന്ന മണവാട്ടി സഭയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ കാത്തിരിപ്പിൽ വിശുദ്ധിയോടെ ആയിരിക്കാൻ ഞങ്ങളെയും ഒരുക്കണമേ. അങ്ങയുടെ 2-ാം വരവിൽ ഓഫീർ തങ്കം അണിഞ്ഞ് ബഹുമാന പുരസ്സരം അങ്ങേ എതിരേൽപ്പാനും അവിടുത്തെ വലത്ത് ഭാഗത്ത് ഇടം നേടുവാനും ഞങ്ങളെയും അനുവദിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.